വെൽക്കം ബാക്ക് ടു ടൈസൺ ഒഫീഷ്യൽ മലയാളം വ്ളോഗ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ദെയ്തിലേക്കാണ് കേട്ടോ. എല്ലാ വർഷത്തിലെയും പോലെ ഈ മാസം ഇവിടെ ഓഫ് റോഡ് എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ക്യാമ്പിങ്ങിൻ്റെ സാധനങ്ങളും അതുപോലെ തന്നെ ഓഫ് റോഡിൻ്റെ എക്യുപ്മെൻറ്റ്സ് ആണ്. ഇപ്രാവശ്യം അവർ കുറേ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതെന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അങ്ങനെ നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. നമ്മൾ കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡ് കാണുന്നതെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് ലൈറ്റിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ലൈറ്റുകൾ കുറേ പലതരം ലൈറ്റുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടാങ്ക് നമ്മൾ ലാൻഡ് ക്രൂയിസറിലും നിസാൻ പെട്രോളിലേക്കും ബാക്കിൽ ഫിറ്റ് ചെയ്യുന്ന എക്സ്ട്രാ ടാങ്ക്, പക്ഷേ അത് കുറച്ചുകൂടി മോഡിഫൈ ചെയ്തിട്ട് കുറച്ചുകൂടി വലുതാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വണ്ടി ഇവർ മോഡിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഈ വണ്ടിമേ നിസാൻ പെട്രോളിമേ ലൈറ്റൊക്കെയും അവർ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഷോക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മോഡിഫൈ ചെയ്ത വണ്ടിയാണ് ഇത്. അപ്പോൾ അതിൻ്റെ ഒരു ഇവിടെ സെയിൽ ചെയ്യണതിൻ്റെ ഒരു എക്സാമ്പിളായിട്ടാണ് ഇത് കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇവിടെ സെയിൽ ചെയ്യണ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എൻജിൻ ഗാർഡ്, പിന്നെ അതുപോലെ തന്നെ കുറേയധികം ഷോക്കുകൾ, സ്പ്രിങ്ങുകൾ, പിന്നെ അതുപോലെ തന്നെ ഇത് പലതരത്തിലുള്ള ഫോഗ് ലൈറ്റുകളാണ്. ഇത് വെറൈറ്റി ഫോഗ് ലൈറ്റ്, അയൺമാൻ്റെ ഒരു ഫോഗ് ലൈറ്റാണ് ഈ സെക്ഷനിൽ കാണുന്നത്. പിന്നെ വേറെ കുറേ ബ്രാൻഡുകളുടെ ഫോഗ് ലൈറ്റുകൾ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാനും പറ്റും. അതിൻ്റെ ഒരു സൈഡിൽ സിൽവറാഡോ മോഡിഫൈ ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഇതിൽ എന്ന് വെച്ചാൽ ബാക്കിൽ ഒരു റൂഫൊക്കെ കയറ്റിയിട്ടുണ്ട്, ടെൻറ്റൊക്കെ കയറ്റിയിട്ടുണ്ട്, പിന്നെ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഇവരുടെ തന്നെ ഈ ലൈറ്റുകളും ഈ ടെൻറ്റുകളൊക്കെ സെയിൽ ചെയ്യണ ഒരു ഷോപ്പാണ്. അതിൻ്റെ അപ്പുറത്ത് ഒരു അലോയ് വീലിൻ്റെ ബ്രൈഡിൻ്റെ ഒരു അലോയ് വീൽസൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു ഷോപ്പുണ്ട്. പിന്നെ ഇതിൽ പല ഡിസൈനിലും കുറേ തരത്തിലുള്ള അലോയ് വീൽസ് കാണാൻ പറ്റും. പിന്നെ ഈ നിസാൻ പെട്രോളിൽ അവർ നിസാൻ പെട്രോൾ മെയിൻലി വരുന്നത് 6 സിലിണ്ടറാണ്. അതിൽ ഇവർ 8 സിലിണ്ടർ കയറ്റി വെച്ചേക്കുന്നത്. സിലിണ്ടർ ഇങ്ങനെ വയ്ക്കുമ്പോൾ എന്താ ഇതെന്ന് വെച്ചാൽ ഭയങ്കര പവറായിരിക്കും ഈ വണ്ടിക്ക്. പിന്നെ അതുപോലെ തന്നെ ഇതിന് കുറേ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫിൽറ്ററൊക്കെ മാറി ഭയങ്കര പവർ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ അതിൻ്റെ ഒരു ടൊയോട്ട തുൻഡ്രയുടെ ഒരു റെഡ് കളർ വണ്ടി, അതിൻ്റെ ഓഫ് റോഡ് ബമ്പറൊക്കെ വെച്ചിട്ട് ഷോക്കൊക്കെ വെച്ചിട്ട് മോഡിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു ഇതുപോലെ റെഡ് വണ്ടി, ഇതുപോലെ തന്നെ സസ്പെൻഷനൊക്കെ മോഡിഫൈ ചെയ്തിട്ട് അവർ അതിൻ്റെ ഒരു ഡെമോ പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് ഡുബിൻസൺ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ ഐറ്റംസാണ് ഇതിന് ഫിറ്റ് ചെയ്തത്. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറി നോക്കാം. കയറുമ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ ഇത് ചെറിയ സ്റ്റൗവ്, ഗ്യാസ്, അങ്ങനത്തെ ക്യാമ്പിങ്ങിന് വേണ്ടി മാത്രമായിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ റൈറ്റ് സൈഡിൽ. പിന്നെ അതുപോലെ തന്നെ ഇപ്പുറത്തും അങ്ങനത്തെ ഷോപ്പ് തന്നെയാണുള്ളത്. പിന്നെ ഇവിടെ നമ്മൾ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് കാര്യങ്ങളൊക്കെയാണ്. ഇതിലൂടെ ഒരു ജീപ്പ് റാംഗ്ലർ മോഡിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാർട്സും കാര്യങ്ങളും ഡെമോ ആയിട്ട് വേണ്ടി വെച്ചാണ് ഒരു വണ്ടിയാണിത്. അപ്പോൾ ഇതിൽ നോക്കിയാൽ റൂഫ് ടെൻറ്റ്, ഓഫ് റോഡ് ടയർ, അങ്ങനെ ബമ്പർ, അങ്ങനത്തെ എല്ലാവരും ഇതിന് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് ഒരു ഗ്യാസിൻ്റെ ഷോപ്പ്. അപ്പോൾ നമുക്ക് എന്താ സംഭവം എന്ന് ശരിക്കും മനസ്സിലായിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് ചോദിച്ചറിയാം. മലയാളിയാണോ? എന്താ പേര്? ഇക്ബാൽ. ഇത് എന്താ സംഭവം ഒന്നുമില്ല. ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, മോർ സേഫ്റ്റി ആണ്. അത് കാർബൺ ഫൈബർ ആണ്. ഇത് നോർമൽ ഫ്ലാറ്റുകളിലേക്ക് യൂസ് ചെയ്യുന്ന ഗ്യാസ് ആണ്. ഫ്ലാറ്റുകളിൽ, വണ്ടികളിൽ, ഡെസേർട്ട് മോർ സേഫ്റ്റി ആണ്. 65 ഡിഗ്രി ടെമ്പറേച്ചർ ഇതൊന്നും സംഭവിക്കില്ല. പിന്നെ ഇത് താഴെ വീണാൽ പൊട്ടൂല. നമുക്ക് വലിയൊരു ബെനിഫിറ്റ് ഇതിന്റെ ലെവൽ നമുക്ക് മനസ്സിലാവും. എത്ര കിലോ ഗ്യാസ് ഇത് റീഫിൽ ചെയ്യാൻ പറ്റും. അത് ഇത് എവിടെ പോയിട്ട് റീഫിൽ ചെയ്യാൻ പറ്റും? ഷാർജയിലുണ്ട്, ദുബായിലും ചെയ്യാം. പിന്നെ സേഫ്റ്റി റിലീഫ് വാൾവുണ്ട്. റിലീഫ് ആവും. ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ലൈറ്റ് വെയിറ്റ് ആണ്, എത്രയും സേഫ്റ്റിയാണ്. ടെമ്പറേച്ചർ കൂടുതലായാലും പ്രശ്നമില്ല. പിന്നെ നമുക്ക് ലെവൽ ലിക്വിഡ് ഇതിലുള്ള നമുക്ക് കാണാനും ചീറ്റ് ചെയ്യാൻ കഴിയില്ല. ഫില്ല് ചെയ്താൽ നമുക്ക് അറിയാം ഇത്ര ലെവലുണ്ട്. തീരുമ്പോൾ നമുക്ക് മനസ്സിലാവും. സെയിം സിഗർ ലൈറ്റിൽ കാണുമ്പോൾ ആ വാട്ടർ കാണാൻ പറ്റും. അപ്പൊ ഈ അടിയിലിരിക്കുന്ന 2 കുറ്റിയോ? അത് സ്റ്റീലാണ്. അപ്പൊ സാധാ നമ്മൾ സെയിം തന്നെ ഈ കാണുന്നത് തന്നെ സെയിം. ഹെവി വെയിറ്റ് ആണ്, വെയിറ്റ് കൂടുതലാണ്. ഇതേ സാധനം ഇതേ 4 കിലോ ഉള്ള വെയിറ്റ്, ബോഡി വെയിറ്റ്.
ഇതിനെ കുറച്ച് വലുത് ഇത്, പക്ഷേ ഇത് 14 കിലോ ബോഡി. ഓക്കെ ഓക്കെ. പിന്നെ ഇതിന് കത്തിങ്കിലും പൊട്ടിച്ചു പോകാം. ഇത് പിന്നെ ഫയർ സംഭവിച്ചാൽ തന്നെ അത് ബ്ലാസ്റ്റ് ആവും. വേറെ എവിടെയും എഫക്ട് ചെയ്യില്ല. പിന്നെ വാഷബിൾ ആണ്. കറോസിന്റെ പ്രശ്നമില്ല. ഇതിനൊക്കെ വാഷബിൾ ആണെങ്കിൽ ഇതിൽ മെല്ലെ മെല്ലെ തുരുമ്പിക്കാം. അതില്ല. പിന്നെ ലോങ് ലൈഫാണ്. അപ്പൊ നമുക്ക് പുറത്ത് ക്യാമ്പിങ്ങിനേക്ക് പോകുമ്പോൾ ഏത് പോസ്റ്റും നമുക്ക് സൂക്ഷിക്കാം. പക്ഷേ ഇതിന്റെ റീഫില്ലിങ് ദുബായിലും സജ്ജയിലുണ്ട്. നിങ്ങളുടെ കമ്പനിയിൽ തന്നെ പ്ലാന്റ് ഉണ്ട്. അവിടെ കൊണ്ടാണ് ഫില്ല് ചെയ്യാം. ദുബായിലും ഈ ഫില്ലിംഗ് പോസിബിൾ ആണ്. ദുബായ് വാൾവാണ്. ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് തന്നെ സേഫ്റ്റി കൂടുതലാണ്. ലൈറ്റ് വെയിറ്റ് ആണ്. നിങ്ങൾക്ക് ലിക്വിഡ് ലെവൽ നിങ്ങൾക്ക് കാണാനും പറ്റും. ഫില്ല് ചെയ്താൽ അതിന്റെ ഗ്യാസ് പുറത്ത് കാണാം. അത് നല്ലൊരു പരിപാടിയാണ്. കമ്പനിയുടെ ഡീറ്റെയിൽസ് അല്ലേ. അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ ഡീറ്റെയിൽസിൽ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ സാധനം നമുക്ക് കിട്ടുന്നതായിരിക്കും. ആ ഷോപ്പിൻ്റെ അപ്പുറത്ത് ഒരു കത്തിക്കട. ഇവിടെ കത്തി മുതൽ വാള് വരെ ഉണ്ട് കേട്ടോ. ഇത് അയാളൊരു വാളെടുത്തു. ആ വാള് ആൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല രീതിയിലുള്ള വാളുകൾ. ഇതെന്ത് വാളാണെന്ന് അറിയില്ല. ഇതിൻ്റെ പേര് എന്തെങ്കിലും സംഭവങ്ങളൊന്നും അറിയില്ല. ഇത് ഹിന്ദിക്കാരനാണ്. പല വിധത്തിലുള്ള കത്തികളുണ്ട്. ഈ കത്തികൾ മെയിനായിട്ട് അറബികളായിട്ട് വാങ്ങിക്കണം. നമ്മളെ ഇന്ത്യക്കാർ വാങ്ങിക്കൽ കുറവാണ്. ഭയങ്കര ഡിസൈനായിട്ടുള്ള കത്തികൾ. കൊല്ലി ആളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇത്. അങ്ങനത്തെ ഒരു ഷോപ്പാണ് ഇത്. പിന്നെ ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. അടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുൾ ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, മേശ, കസാര, അങ്ങനത്തെ ടെൻറ്റുകൾ, അങ്ങനത്തെ എല്ലാവരും ഉണ്ട് ഇവിടെ. ഇവിടെ വലിയ ടെൻറ്റൊക്കെ ഉണ്ട്. പിന്നെ ഗ്രില്ല് ചെയ്യാനുള്ള ഐറ്റംസ്. ഇത് വമ്പൻ സെറ്റപ്പാണ്. പല വിധത്തിലുള്ള ടെൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഹാർഡായിട്ടുള്ള ടെൻറ്റുകളൊക്കെ ഉണ്ട്. പിന്നെ ഒരു മറ്റേ പോർട്ടബിൾ ടോയ്ലറ്റ്, അതിൻ്റെ സെറ്റ്, പിന്നെ ഗ്രില്ല് വയ്ക്കാനുള്ള. ഇത് 3200 സംഭവം കേട്ടോ ഈ കാണുന്നത്. ഇത് നമുക്ക് വീടിൻ്റെ സൈഡിലേക്ക് സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള സാധനങ്ങളാണ്. നമ്മൾ പുറത്തേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ചെറിയ സാധനങ്ങളും ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു ചെറിയൊരു ടെൻ്റ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് ഒരു ഡുബിൻസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പുണ്ട്. ഇത് മെയിനായിട്ട് അക്സറീസ്, സ്പ്രിങ്ങും ഷോക്കും സ്പ്രിങ്ങും അങ്ങനത്തെ സാധനങ്ങളൊക്കെയുള്ള ഇതാണ്. ഇത് ഇവർ എല്ലാ ഈ ഓഫ് റോഡ് എക്സിബിഷനും വരാറുള്ള ഒരു ടീമാണ്. അത്യാവശ്യം ഫേമസുമാണ്. ഇതിൽ വെച്ചാൽ മെയിനായിട്ട് നിസാൻ പെട്രോള്, ലാൻഡ് ക്രൂയിസറിൻ്റെയൊക്കെയും ഷോപ്പുകളാണ് നമ്മൾ ഈ കാണുന്നത്. ഇനി നമുക്ക് അടുത്ത ഷോപ്പിലേക്ക് പോകാം. നമ്മൾ വന്ന് മോർണിംഗ് ആണ്. അപ്പോൾ ഇവിടെ ആൾക്കാരൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. ഇവിടുത്തെ ഷോപ്പൊക്കെയും കുറച്ചൊക്കെ അടച്ചിട്ടേക്കാണ്. ഇപ്പുറത്തെ ഒരു ഷോപ്പുണ്ട്. ഇത് മെയിനായിട്ട് ഓഫ് റോഡ് ആക്സറീസ്, പിന്നെ ഒരു ഈ ലീഫ് സ്പ്രിങ് ഉള്ള സമയത്ത് ഒരു എയർ സസ്പെൻഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണ ഒരു സാധനമാണ് കേട്ടോ ഇത്. പിന്നെ ഈ ലീഫ് സ്പ്രിങ്ങിൻ്റെ ഇത് ഷോക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇത്. ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ. പിന്നെ ഗ്രില്ല് ചെയ്യുന്ന ഐറ്റംസ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇത് സൂപ്പർ ചാർജർ. നമ്മൾ ഈ ലാൻഡ് ക്രൂയിസറിലേക്കും ലെക്സസ് ലാൻഡ് ക്രൂയിസറിലേക്കും യൂസ് ചെയ്യുന്ന സൂപ്പർ ചാർജറാണ് ഈ കാണുന്നത്. ഇത് ശരിക്കും ഷാർജയിൽ അലൗഡ് അല്ല, ദുബായിലേക്കും ചില സ്ഥലത്തേക്ക് അലൗഡാണ്. അപ്പോൾ അങ്ങനെ ഒരു ഷോപ്പ്. ഈ കാണുന്നത് അയൺമാൻ്റെ അക്സറീസാണ് സെയിൽ ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ അവർ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ടേബിളും ചെയറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് ലീഫ് റിങ്, അതുപോലെ തന്നെ ഷോക്ക്, ബാലൻസ് കാർഡ് ഒക്കെ ഉണ്ട്. പിന്നെ ഇത് ലൈറ്റ്, അയൺമാൻ്റെ ലൈറ്റുകളൊക്കെയാണ്. ഇങ്ങനെ ഇത്ര ഒരു വലിയൊരു ബാറിന് 1600 സംതിങ് ആണ് ഇതിൻ്റെ മുകളിലത്തെ ബാറിൻ്റെ റേറ്റ്. പിന്നെ ഇതുപോലെ തന്നെ ഒരു ടെൻറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ടെൻറ്റ് ജിമിനിയുടെ മുകളിലാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ വീഡിയോയിലും ഇതുണ്ടായിരുന്നു, ഈ ജിമിനി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് മുകളിലെ റൂഫ് ടെൻറ്റാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം. പിന്നെ വേറെ എന്നിട്ടാ അതുപോലെ തന്നെ ഇവിടെ ഒരു ലാൻഡ് ക്രൂയിസർ അവർ മോഡിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലാൻഡ് ക്രൂയിസറിൻ്റെ ബമ്പറൊക്കെ മോഡിഫൈ ചെയ്ത്, അതുപോലെ തന്നെ റൂഫ് ടെൻറ്റ് എല്ലാനും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.